സർക്കാർ നിലവിൽ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഇനത്തിൽ കൊടുത്തു തീർക്കാനുള്ളത് 4250 കോടി രൂപയാണ്. സർവീസ് പെൻഷൻകാർക്ക് ബാക്കിയുള്ള ഒരു ഗഡുവെങ്കിലും കൊടുക്കാൻ വേണം 600 കോടി രൂപ. ജല അതോറിറ്റി കരാറുകാർക്ക് 4000 കോടിയും പൊതുമരാമത്ത് കരാറുകാർക്ക് 2000 കോടിയും തദ്ദേശ സ്ഥാപന കരാറുകാർക്ക് 1000 കോടിയും സപ്ലൈകോയ്ക്ക് 2000 കോടിയും നെല്ല് സംഭരിച്ചതിന്റെ വിലയായി കർഷകർക്ക് 320 കോടിയും ഉച്ചഭക്ഷണത്തിനായി സാധനങ്ങൾ വാങ്ങിയ ഇനത്തിൽ 150 കോടിയും കൊടുക്കാതെ നീണ്ടുപോവുകയാണ്. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഭദ്രമാണെന്നും കേന്ദ്രം തോനെ കടം കൊടുക്കാത്തത് മാത്രമാണ് പ്രശ്നമെന്നും പറഞ്ഞു നടക്കുന്ന ഇടതുമുന്നണി നിയമസഭയിൽ നിവൃത്തിയില്ലാതെ വെളിപ്പെടുത്തിയതാണ് ഈ കണക്കുകൾ. കൊടുക്കാനുള്ള വൻ തുകകളുടെ കണക്കുകൾക്കൊപ്പം കണക്കില്ലാതെ കൊടുക്കാനുള്ളവ കൂടി നിയമസഭയിൽ വെളിപ്പെടുത്തപ്പെട്ടു. ഏതായാലും 2 വർഷം കൊണ്ട്, അതായത് ഈ മുന്നണിയുടെ ഭരണം തീരുന്നതിന് മുൻപ് കൊടുത്തു തീർക്കുമെന്ന് പ്രഖ്യാപിച്ച കുടിശ്ശികകളുടെ ഒരു കണക്കെടുപ്പ് കൂടിയായി നിയമസഭയിലെ തുറന്നു പറച്ചിൽ. ഇനിയും കൊടുത്തിട്ടില്ലാത്ത മറ്റു കുടിശ്ശികകൾ ഇങ്ങനെയൊക്കെയാണ്. നെല്ല് സംഭരണത്തിന് നൽകേണ്ട തുക, ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം നിർവഹിക്കേണ്ട ചെലവുകളിലെ കുടിശ്ശിക, കാരുണ്യ പദ്ധതിയിലടക്കം മരുന്ന് വിതരണത്തിലെ കുടിശ്ശിക, കരാറുകാർക്ക് ബിൽ ഡിസ്കൗണ്ടിംഗ് സ്കീം പ്രകാരമുള്ള കുടിശ്ശികയായ 2500 കോടി രൂപ, പട്ടികജാതി വർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക്, മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക്, ആക്രമണങ്ങൾക്കിരയായവർക്കുള്ള ധനസഹായങ്ങൾ, ക്യാൻസർ രോഗികൾക്കുള്ള ധനസഹായം, പമ്പിംഗ് സബ്സിഡി, കൈത്തറി തൊഴിലാളികൾക്കുള്ള ധനസഹായം, ഇടുക്കിയിലെ ഏലം കർഷകർക്ക് സംഭവിച്ച കൃഷിനാശത്തിനുള്ള ധനസഹായം, ഇതിന് പുറമെ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡ്, കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡ്, പീഡിക തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, അംഗൻവാടി വർക്കേഴ്സ് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ആൻഡ് ഹെൽപ്പേഴ്സ് ക്ഷേമനിധി ബോർഡ് തുടങ്ങിയ ഒട്ടേറെ ബോർഡുകളിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികൾക്കുള്ള കുടിശ്ശിക. ഇതൊക്കെയും കേന്ദ്രം കണക്കില്ലാതെ കടം തന്നാൽ മാത്രമേ വീട്ടാൻ കഴിയൂ എന്നാണ് സർക്കാരിന്റെ നിലപാട്. അതേസമയം സംസ്ഥാന സർക്കാരിന്റെ ചെലവ് ചുരുക്കൽ നിയന്ത്രണത്തിൽ ഇളവ് നൽകാനുള്ള മന്ത്രിസഭയുടെ അധികാരം മുഖ്യമന്ത്രിക്ക് നൽകിയുള്ള ധനവകുപ്പിന്റെ ഉത്തരവ് പുതിയ ചർച്ചയായിരിക്കുകയാണ്. വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും വാഹനം വാങ്ങൽ, വിദേശയാത്ര, വിമാനയാത്ര തുടങ്ങിയവയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി മുൻപ് വിവിധ ഉത്തരവുകൾ സർക്കാർ പുറപ്പെടുവിച്ചിരുന്നു. ഇത് കർശനമാക്കി 2022 നവംബറിൽ ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കി. ഇതനുസരിച്ച് ചെലവ് ചുരുക്കൽ നടപടികളിൽ ഇളവ് നൽകാൻ മന്ത്രിസഭയ്ക്കാണ് അധികാരം. ധനമന്ത്രിയുടെ അനുമതിയോടെ മന്ത്രിസഭയാണ് ഇളവ് നൽകുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. ഫയലുകളിൽ ധനവകുപ്പിന്റേതായി വരുന്ന ചോദ്യങ്ങൾ പലപ്പോഴും വെല്ലുവിളിയായി. ഇത് മാറ്റുകയാണ് സംസ്ഥാന സർക്കാർ. പുതിയ ഉത്തരവ് പ്രകാരം ധനമന്ത്രിയുടെ അനുമതിയോടെ മുഖ്യമന്ത്രി ഇളവ് അനുവദിച്ചാൽ മതിയാകും. അതായത് എല്ലാം മുഖ്യമന്ത്രി ഒറ്റയ്ക്ക് തീരുമാനിക്കും. പല വിവാദ തീരുമാനങ്ങളും പുറത്തെത്തുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ധനപരമായ തീരുമാനങ്ങളിൽ ധനവകുപ്പിന്റെ ഇടപെടൽ അനിവാര്യതയുമാണ്.